വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട കാര്യമാണ്. ടൊയോട്ടയുടെ കൊറോളയുടെ എഞ്ചിൻസ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൊയോട്ടയുടെ എവല്യൂഷനെ പറ്റിയാണ്. അതായത് 2003 തൊട്ട് 2019 വരെ ടൊയോട്ട ഏതൊക്കെ ജനറേഷൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതുകൂടാണ്ട് ഏതൊക്കെ എഞ്ചിൻസ് അവർ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട് ടൊയോട്ട കൊറോളക്ക് വേണ്ടി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സമയങ്ങളാണ് നമുക്ക് വീഡിയോയിൽ കിടക്കാം. ടൊയോട്ടക്ക് കൊറോള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനോവയേക്കാൾ പ്രാധാന്യമുള്ള ഒരു വണ്ടിയായിരുന്നു കൊറോള. കാരണം 60 years എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് തന്നെ 40 million ഇന്റർനാഷണലി സോൾഡ് ചെയ്ത ഒരു വാഹനമായിരുന്നു ടൊയോട്ട കൊറോള എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടൊയോട്ട കൊറോള ഇന്ത്യയിൽ അണ്ടർ റേറ്റഡ് ആയി പോയി. കാരണം 2 റീസൺ ആണ്. ഒന്ന്, ടൊയോട്ട BS6 നോംസ് മീറ്റ് ചെയ്യാൻ ടൊയോട്ട കൊറോളനെ കൊണ്ട് സാധിച്ചില്ല എന്നൊരു റീസൺ ഒന്നാമതായിട്ടുണ്ട്. രണ്ടാമത്തെ കേസ്, ഇന്ത്യക്കാർ പൊതുവെ SUV-കളോടാണ് കൂടുതൽ പ്രിയം. അതുകൊണ്ട് എല്ലാവരും SUV തേടി പോയപ്പോൾ കൊറോള സെയില് കാര്യമായിട്ട് കുറഞ്ഞു. അതിന്റെ പേരിൽ ഡിസ്കണ്ടിന്യൂ ആയി എന്നൊരു റീസണാണ് ടൊയോട്ട പറയുന്നത്. പക്ഷേ ടൊയോട്ട കൊറോള യൂസ് ചെയ്തവരാരും ടൊയോട്ട കൊറോളനെ പറ്റി ആരും കംപ്ലൈന്റ് പറയാൻ അത്രയും യാത്രാസുഖമുള്ള ഒരു സെഡാനായിരുന്നു. മിഡ് സൈസ് പ്രീമിയം സെഗ്മെന്റിലാണ് അത് ടൊയോട്ട കൊറോള ലോഞ്ച് ചെയ്തത്. 2003 ടൊയോട്ട കൊറോള ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടൊയോട്ട ഇന്റർനാഷണലി 9th ജനറേഷൻ ആയിട്ടുള്ള ടൊയോട്ടയാണ് നമുക്ക് 2003 അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ 2003 ലോഞ്ച് ചെയ്ത സമയത്ത് ആകെ ഒരു പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് 1794 cc 125 bhp 158 Nm ഉള്ള ഒരു പെട്രോൾ എഞ്ചിൻ ആയിരുന്നു അത്. 5 ഗിയർ ആണ്. 5 ഗിയർ ഓട്ടോമാറ്റിക് ഒന്നും ഉണ്ടായിരുന്നില്ല. 5 ഗിയർ 6 spoke അലോയ് വീൽസ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ABS, എയർ ബാഗ്, EBD, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, എല്ലാ ടെക്നോളജി ഉണ്ടായിരുന്നു അന്ന് ലോഞ്ച് ചെയ്തു. 2003 കഴിഞ്ഞ് ജനറേഷൻ 1 ലോഞ്ച് ചെയ്തു. ആ ജനറേഷന്റെ എഞ്ചിന്റെ സീരീസ് നമ്പർ എല്ലാവരും ഓർത്ത് വെച്ചോളാം. 1ZZ FE എന്ന് പറഞ്ഞ സീരീസിലുള്ള എഞ്ചിനായിരുന്നു. 16 വാൽവ് ഉണ്ടായിരുന്നു ആ പെട്രോൾ എഞ്ചിൻ. അത് കഴിഞ്ഞിട്ട് 2005 പിന്നെ ജനറേഷൻ 1ന്റെ ഫേസ് ലിഫ്റ്റ് വന്നത്. ജനറേഷൻ 2005 ഏകദേശം 1195 യൂണിറ്റ് സെല്ലായിട്ടുണ്ടായിരുന്നു ടൊയോട്ട കൊറോള. അതുകൂടാണ്ട് തന്നെ ബെസ്റ്റ് ക്വാളിറ്റി മിഡ് സൈസ് പ്രീമിയം കാർ എന്നുള്ള ഒരു അവാർഡ് ടൊയോട്ട കൊറോളക്ക് JD ഏഷ്യ പവർ സ്പെസിഫിക് എന്നും പറഞ്ഞൊരു ടീം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നല്ല വണ്ടിയായിരുന്നു അന്ന് ടൊയോട്ട കൊറോള. 2005 ഫേസ് ലിഫ്റ്റ് ജനറേഷൻ 1 ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് അതിന്റെ 10 spoke വീലായിട്ടുണ്ടായിരുന്നു, അലോയ് വീലായി. അതുകൂടാണ്ട് തന്നെ ടെയിൽ ലാമ്പ് LED ആയി. അതുകൂടാണ്ട് റിയർ ബമ്പറും ഫ്രണ്ട് ബമ്പറൊക്കെ ഒന്ന് ചേഞ്ച് ആയി, സ്ലീക്ക് ആക്കി ഡിസൈൻ ചെയ്തു. ഹെഡ്ലൈറ്റ് ഗ്രില്ലൊക്കെ ഗ്രില്ലാക്കി മാറ്റി. പിന്നെ 2005 തന്നെ അവർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ടൊയോട്ട. അത് ബേസ് വേരിയന്റിൽ തന്നെ കൊടുക്കാൻ അവർ ശ്രമിച്ചു. അപ്പൊ ഇത്ര കാര്യങ്ങൾ 2005 കൊണ്ടുവന്നു. അതുകൂടാണ്ട് തന്നെ ഇനി അത് കഴിഞ്ഞിട്ട് 2008 ജനറേഷൻ 2 ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ജനറേഷൻ 2 ലോഞ്ച് ആയപ്പോൾ ഹെഡ്ലൈറ്റ് റീഡിസൈൻ ചെയ്തു, ടെയിൽ ലൈറ്റ് റീഡിസൈൻ ചെയ്തു. അതുകൂടാണ്ട് തന്നെ എഞ്ചിന്റെ പവർ അവർ ട്യൂക്ക് ചെയ്തു. 1794 cc എഞ്ചിൻ ആയിരുന്നു അത്. 125 വരെ അന്ന് പവർ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ എഞ്ചിൻ. അത് 132 ആക്കി. പിന്നെ അതിന്റെ ടോർക്ക് 158 170 ആക്കി, Nm ടോർക്ക് ആക്കി. അപ്പൊ ഇത്രയും പവർ അവർ ട്യൂക്ക് ചെയ്തു. അതുകൂടാണ്ട് തന്നെ അവര് 2008 ലോഞ്ച് ചെയ്ത സമയത്ത് ഇന്റീരിയർ കുറച്ച് ചേഞ്ച് ആക്കി. 2005 അവര് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊണ്ടുവന്നപ്പോൾ 2008 അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ 8-way ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് കൊണ്ടുവന്നു. പിന്നെ ഒപ്റ്റിട്രോൺ മീറ്റർ കൊണ്ടുവന്നു, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് കൊണ്ടുവന്നു, MID കൊണ്ടുവന്നു. ഒപ്റ്റിട്രോൺ മീറ്റർ എന്ന് പറഞ്ഞാൽ 3 കോളം പോലെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് RPM മീറ്ററിന് ഒരു കോളം, പിന്നെ സ്പീഡോമീറ്ററിന് ഒരു കോളം, അതുകൂടാണ്ട് MIDക്ക് ഒരു കോളം, പിന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കൊണ്ടുവന്നു. ഇത്ര കാര്യങ്ങൾ കൊണ്ടുവന്നു 2008 തന്നെ. അത് കൂടാണ്ട് അപ്പൊ ഉണ്ടായ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഇൻക്രീസ് ആയി. കാരണം അന്ന് 2008 കഴിഞ്ഞപ്പോൾ ഹോണ്ട സിവിക് ഉണ്ടായിരുന്നു. ഹോണ്ട സിവിക്, പിന്നെ സ്കോഡയുടെ ലോറ ഉണ്ടായിരുന്നു, ഒക്ടാവിയ ഉണ്ടായിരുന്നു. സ്കോഡ ലോറക്കും ഒക്ടാവിയൊക്കെ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു. TDI പംപ്ഡൂസ് എഞ്ചിൻ അന്ന് ഉണ്ടായിരുന്നു. പിന്നെ ഷെവർലെറ്റ് ക്രൂസ് ലോഞ്ച് ചെയ്തു. ഷെവർലെറ്റ് ക്രൂസ് അന്ന് 2 liter ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. പിന്നെ ഹുണ്ടയുടെ എലൻഡർ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ടായ സമയത്ത് ടൊയോട്ടയുടെ ആകെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
വണ്ടിയൊക്കെ അടിപൊളിയാണ്. ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രമാണിച്ച് ഒരു ഡീസൽ എഞ്ചിൻ ടൊയോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്തു. D40 1.4 ലിറ്റർ 1364cc എഞ്ചിൻ, ഏകദേശം 87 bhp 205 Nm അന്ന് ആ ഡീസൽ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അന്ന് ഫസ്റ്റ് ജനറേഷൻ ഇനോവ ഇറങ്ങിയ സമയത്ത് 2496cc എഞ്ചിൻ ആയിരുന്നു. അന്ന് 200 Nm ടോർക്ക് അന്ന് ഇനോവ പ്രൊഡ്യൂസ് ചെയ്തിരുന്നുള്ളൂ. 101 bhp പവർ ഉണ്ടായിരുന്നു. പക്ഷെ ഈ 1.4 ലിറ്റർ എഞ്ചിൻ വെച്ചിട്ട് ടൊയോട്ട അന്ന് 205 Nm പവർ ഇൻക്രീസ് ചെയ്തായിരുന്നു. അതുകൂടാണ്ട് തന്നെ 87 bhp, വെറും 13 bhp കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇനോവനെ കമ്പയർ ചെയ്യുമ്പോൾ. ഈ എഞ്ചിൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എഫിഷ്യൻസിക്ക് വേണ്ടിയായിരുന്നു. വിത്ത് 6, അത് ഓട്ടോമാറ്റിക് ഒന്നും ഉണ്ടായിരുന്നില്ല, 6 ഗിയേഴ്സ് മാനുവൽ ആയിരുന്നു അന്ന് ആ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നത്. അപ്പൊ 2010 അവർ ഡീസൽ എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2011 ജനറേഷൻ 2ന്റെ ഫേസ് ലിഫ്റ്റ് ലോഞ്ച് ചെയ്തു. ഈ ജനറേഷൻ 2ന്റെ ഫേസ് ലിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അവർ എഞ്ചിനിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് വരെ ഡീസൽ എഞ്ചിൻ ഇല്ലായിരുന്നു. ഡീസൽ എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിനായിരുന്നു പോരായ്മ. കാരണം ഷെവർലെ ഹോണ്ട സിവിക് ഇറങ്ങിയ സമയത്ത് ഹോണ്ട സിവിക്കിന് ഓട്ടോമാറ്റിക് വിത്ത് പാഡിൽ ഷിഫ്റ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഷെവർലെ ക്രൂസിന് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. സ്കോഡക്ക് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. ഹുണ്ടായി എലൻഡർക്ക് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ഓട്ടോമാറ്റിക് വന്നപ്പോൾ കൊറോളക്ക് മാത്രം ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ടൊയോട്ട എന്ത് ചെയ്തു, CVTi എന്ന് പറഞ്ഞൊരു ഓട്ടോമാറ്റിക് പെട്രോൾ എഞ്ചിന് കൊടുത്തു. ഈ CVTiയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 7 സ്പീഡ് സീക്വൻഷ്യൽ ഷിഫ്റ്റർ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ് കൊണ്ടുവന്നത്. അതായത് എല്ലാവർക്കും അറിയാം CVT ഇൻഫിനിറ്റി ഗിയർ ആണെന്നുള്ളത്. AMT ഇപ്പൊ മാരുതി ചെയ്ത എന്താണ്, AMT നമ്മൾ ലെഫ്റ്റിലേക്ക് തട്ടിയിട്ട് നമുക്ക് മാനുവലായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം, പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓടിക്കായിരുന്നു. അത് പണ്ട് ടൊയോട്ട കൊണ്ടുവന്നത് എങ്ങനെയാന്ന് വെച്ചാൽ റൈറ്റിലേക്ക് തട്ടിയിട്ട് നമുക്ക് മാനുവലായിട്ട് ഗിയർ റേഷ്യോ വഴി ഇൻഫിനിറ്റി ഗിയർ സെലക്ട് ചെയ്യാം. അത് കൂടാണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓടിക്കായിരുന്നു. അപ്പൊ ആ ഒരു സെറ്റപ്പാണ് കൊണ്ടുവന്നത്. ഏറ്റവും നല്ല CVT ഏത് കമ്പനികളുടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും പറയും നമ്മൾ നിസാന്റെയും ടൊയോട്ടയുടെയും CVTs ആണ് നല്ല CVTs. കാരണം അവര് അത്യാവശ്യം റിസർച്ച് ചെയ്ത് CVT ഇംപ്രൂവ് ചെയ്തിട്ടാണ് വണ്ടികളിൽ ഘടിപ്പിക്കാറ്. അപ്പോൾ അന്ന് CVTi എന്ന് പറഞ്ഞ ടെക്നോളജി കൊണ്ടുവന്നത്. അത് കൂടാണ്ട് തന്നെ എഞ്ചിൻ ഡ്യുവൽ VVT ആക്കി. അന്ന് വരെ സിംഗിൾ വേരിയബിൾ വാൽവ് ടൈമിംഗ് ഉണ്ടായ ടൊയോട്ടയുടെ കൊറോള പെട്രോൾ എഞ്ചിനിൽ ഡ്യുവൽ ടൈമിംഗ് കൊണ്ടുവന്നത്. അതുകൂടാണ്ട് ഫയറിംഗ് നല്ലതാക്കിയത് കൊണ്ട് തന്നെ ആ പെട്രോൾ എഞ്ചിന് അത്യാവശ്യം മൈലേജ് കൂടാൻ അത് സഹായിച്ചു. പിന്നെ ഗിയേഴ്സ്, അതായത് അന്ന് വരെ 5 ഗിയർ മാനുവലേ ഉണ്ടായിരുന്നുള്ളൂ പെട്രോൾ എഞ്ചിന്, അത് 6 ഗിയർ ആയി. പിന്നെ എഞ്ചിൻ കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്തു. 1794 ഉണ്ടായ എഞ്ചിൻ 1798 ആക്കി. പവർ ഇൻക്രീസ് ചെയ്തു, 132 എന്നുള്ളത് 140 ആക്കി. പിന്നെ ടോർക്ക് ഇൻക്രീസ് ചെയ്തു, 170 എന്നുള്ളത് 173 ആക്കി. എഞ്ചിന്റെ സീരീസ് തന്നെ അവർ മാറ്റിക്കളഞ്ഞു. അന്ന് വരെ 1ZZFE എന്ന് പറഞ്ഞ എഞ്ചിൻ റീലോഞ്ച് ചെയ്ത സമയത്ത് 2ZRFE എന്ന് പറഞ്ഞ സീരീസിലേക്ക് അവർ അപ്ഡേറ്റ് ചെയ്തു. അപ്ഡേറ്റ് കൊണ്ടുള്ള ഗുണങ്ങളാണ് നമുക്കിപ്പോ കിട്ടിയത്. പവർ ഇൻക്രീസ് ആയി, ഡ്യുവൽ VVT ആയി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അന്ന് അപ്ഡേറ്റ് ചെയ്തു. അതുകൂടാണ്ട് തന്നെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയാനായിട്ട് ആംഗുലർ ഹെഡ്ലൈറ്റ് കൊണ്ടുവന്നു, ക്ലിയർ ലെൻസ് LED ടെയിൽ ലാമ്പ് കൊണ്ടുവന്നു. അപ്പൊ ഇത്ര കാര്യങ്ങൾ 2011 തന്നെ അവർ കൊണ്ടുവന്നു. 2011 കഴിഞ്ഞിട്ട് പിന്നെ ജനറേഷൻ 3 ഇറങ്ങിയത് 2014 അന്ന് ടൊയോട്ട കിർലോസ്കർ മോട്ടർ 2014 റീലോഞ്ച് ചെയ്തു. 11th ജനറേഷൻ ടൊയോട്ട കൊറോള ആയിരുന്നു 2011 ലോഞ്ച് ചെയ്തത്. 2008 മുതൽ നമ്മൾ കൊറോള ഓൾട്ടിസ് എന്ന് വിളിക്കാൻ തുടങ്ങി. അതിനു മുന്നേ വരെ കൊറോള ആയിരുന്നു, പിന്നെ കൊറോള ഓൾട്ടിസ് ആയി. പിന്നെ 2019 വരെ നമ്മൾ കൊറോള ഓൾട്ടിസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. വെച്ചാൽ 2014 ടൊയോട്ട കിർലോസ്കർ മോട്ടേഴ്സ് കൊറോള ലോഞ്ച് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2003 തൊട്ട് 2013 ലാസ്റ്റ് വരെ 88,500 യൂണിറ്റ്സ് ടൊയോട്ട കൊറോള ഓൾട്ടിസ് സെല്ലായിട്ടുണ്ട്. അത് പ്രമാണിച്ച് 2013 ഇന്റർനാഷണലി 11th ജനറേഷൻ ഉണ്ടായ ടൊയോട്ട കൊറോള അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. 2000 മുതൽ 2004 വരെ ടൊയോട്ട കോളിസ് 1,44,000 യൂണിറ്റ് ആണ് സെല്ല് ചെയ്തത്. അപ്പൊ തന്നെ മനസ്സിലാക്കി ഇന്ത്യക്കാർക്ക് MUV-നോടുള്ളത് SUV-നോടുള്ള പ്രിയം. 2003 തൊട്ട് 2013 ലാസ്റ്റ് വരെ ഒരു 88,500 യൂണിറ്റ് മാത്രമേ കൊറോള അന്ന് വിറ്റഴിച്ചുള്ളൂ. 2019 ലാസ്റ്റ് വരെ ടൊയോട്ട കൊറോള ഉണ്ടായിരുന്നു. അന്ന് വരെ മാക്സിമം 1,00,000 സംതിങ് കിലോമീറ്റർ, 1 ലക്ഷം മാക്സിമം 1,25,000 അത്ര യൂണിറ്റ് കൊറോള വിറ്റഴിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് ഈ ടൊയോട്ട കൊറോള ഓൾട്ടിസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണങ്ങൾ. അപ്പോൾ 2014 ജനറേഷൻ 3 ലോഞ്ച് ആയ സമയത്ത് ഉണ്ടായ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ എഞ്ചിനിലെ മാറ്റങ്ങളില്ല. D40 എഞ്ചിൻ
1.4 ലിറ്റർ എഞ്ചിനും പെട്രോൾ എഞ്ചിൻ 1.8 ലിറ്റർ എഞ്ചിനും അത്ര സെയിം ആയിട്ട് കണ്ടിന്യൂ ചെയ്തു. അത് കൂടാണ്ട് തന്നെ നമ്മള് ബാക്കി കോസ്മെറ്റിക് ചേഞ്ചസ് ഉണ്ടായി. അതായത് ഹെഡ്ലൈറ്റ് രണ്ടാമത് മിനുക്കി, അത് ടെയിൽ ലൈറ്റ് മിനുക്കി. പൊതുവെ ഡിസൈൻ കുറെ ഇമ്പ്രൂവ് ആയി എന്ന് തന്നെ പറയാം. 2014 ലോഞ്ച് ചെയ്ത സമയത്ത് വീൽ ബേസ് ഇൻക്രീസ് ആയി, സൈസ് കുറച്ച് ഇൻക്രീസ് ആയി. അന്ന് 2014 ജനറേഷൻ 3 ഇറങ്ങുന്ന സമയത്ത് അത്രയും തലയെടുപ്പുള്ള സെഡാൻ ഉണ്ടായെന്ന് വെച്ചില്ല എന്ന് തന്നെ പറയാം. അത്ര ഭംഗിയായിരുന്നു ടൊയോട്ട കൊറോള ഓൾട്ടീസ്. പിന്നെ 2017 അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ 2014 2017 വണ്ടികളിൽ ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നു. അത് ഓർത്ത് നോക്കുക. ക്രൂസ് കൺട്രോൾ 2014 2017 മോഡലിൽ മാത്രമേ ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നുള്ളൂ. 2017 ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയ സമയത്ത് അവർ അലോയ് 16 ഇഞ്ചിന്റെ അലോയ് അവരൊന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു 4 കാര്യം ചേഞ്ച് ആയി. അവർ അന്ന് വരെ 2017-16 വരെ ജെ ട്രിം ഉണ്ടായിരുന്നു. അവർക്ക് വേരിയൻസ് അപ്ഡേറ്റ് ചെയ്തവര് ജെ ട്രിം ഉണ്ടായത് അവർ ജെ ഒക്കെ എടുത്ത് കളഞ്ഞു. ബേസ് വേരിയന്റ് 13 ലക്ഷത്തിനാണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അവർ 15 ലക്ഷത്തിലേക്ക് ആക്കിയിട്ട് ഇൻക്രീസ് ചെയ്തു ബേസ് വേരിയന്റ്. ബേസ് വേരിയന്റ് എന്ന് പറയാൻ പറ്റില്ല, 15 ലക്ഷം ജി വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യും. 15 ലക്ഷം തൊട്ട് 1955 വരെയായിരുന്നു പിന്നെ അതിന്റെ റേഞ്ച്. അപ്പോൾ ഏകദേശം 19 ആവുന്ന സമയത്ത് 22 ലക്ഷം രൂപ വരെ ഓൺ റോഡ് പ്രൈസ് ഉണ്ടായിരുന്നു നമ്മുടെ ടൊയോട്ട കൊറോളക്ക്. പിന്നെ ചേഞ്ച് ഉണ്ടായത് ഒരു ബ്രൗൺ, ഫാൻറ്റം ബ്രൗൺ എന്ന് പറഞ്ഞൊരു കളർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2017 ഫേസ് ലിഫ്റ്റ് ഇറങ്ങുന്ന സമയത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടൊയോട്ട കൊറോളനെ പറ്റി നമുക്ക് എവല്യൂഷൻ ആയിട്ട് പറയാനുള്ളത്. പക്ഷെ നമ്മള് കൊറോള നഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാം നമുക്ക്. ആക്ച്വലി അത് റീലോഞ്ച് ആവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോഴും ടൊയോട്ടയുടെ വണ്ടികൾ എക്സ്പെക്ട് ചെയ്യണ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. മാരുതിയായി കമ്പയർ ചെയ്ത് മാരുതിയിലെ വണ്ടികളല്ല കസ്റ്റമേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. ടൊയോട്ടയുടെ ഫാമിലി എന്ന് പറഞ്ഞ ടൊയോട്ട കാറുകളാണ്. കാരണം അത് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താലും അത്ര ലൈഫ് റിലയബിൾ ഉള്ള വണ്ടികളാണ് ടൊയോട്ട ലോഞ്ച് ചെയ്യണത്. 5 ലക്ഷത്തിൽ കൂടുതൽ ഓടാൻ കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിൻസ് മാത്രമേ ടൊയോട്ട ലോഞ്ച് ചെയ്യാനുള്ളൂ. അപ്പോൾ ആ ടൊയോട്ടനോടുള്ള ട്രസ്റ്റ് ആണ് ആൾക്കാർ ഈ കൊറോള ലോഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ടൊയോട്ട വണ്ടികൾ വെയിറ്റ് ചെയ്ത് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ പുതിയ വണ്ടികൾ ടൊയോട്ടയുടെ വണ്ടികൾ ഇറക്കാൻ സാധിക്കട്ടെ.